നമസ്കാരം. വട്ടിയൂർക്കാവിലെ സംഘികളുടെ അഴിഞ്ഞാട്ടം അല്ലെങ്കിൽ ഗുണ്ടായിസം കണ്ടതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട് അറസ്റ്റുകൾ നടന്നല്ലോ. ഇന്നലെ 6ഓളം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്യുന്ന സാഹചര്യമുണ്ടായി. 20ഓളം പേർക്കെതിരെ വരും ദിവസങ്ങളിലും അറസ്റ്റ് ഉണ്ടാകുമെന്ന് ഉറപ്പായപ്പോൾ ഈ ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും എന്തിനാണ് സംഘികൾ ഉപയോഗപ്പെടുത്തുന്നു എന്ന് ചോദിച്ചാൽ, ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തുന്നവരെ ഒളിവിൽ പാർപ്പിക്കാനുള്ള ഇടമാണോ എന്ന് വളരെ ശക്തമായി ഉന്നയിക്കുകയാണ്. കാര്യം ആരാധനാലയങ്ങൾ എന്നൊക്കെ പറഞ്ഞാൽ പവിത്രമായ ഇടങ്ങളാണല്ലോ. എന്ത് ഗുണ്ടാ പ്രവർത്തനങ്ങളോ ക്രിമിനൽ പ്രവർത്തനങ്ങളോ നടത്തിക്കഴിഞ്ഞാൽ അവിടങ്ങളിൽ പോയി ഒളിത്താവളമാക്കണമെന്നുണ്ടെങ്കിൽ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ഒരു ആരാധനാലയം എന്തായിരിക്കണം? കഴിഞ്ഞ ദിവസം വട്ടിയൂർക്കാവിലെ ഒരു ക്ഷേത്രത്തിനകത്ത് നിന്നാണ് പോലീസുകാർ 6 പ്രതികളെ ഒളിച്ചിരുന്നവരെ അറസ്റ്റ് ചെയ്തത്. അതിനെ പിന്നെ എങ്ങനെയാണ് അവർ വക്രീകരിക്കാൻ ശ്രമിച്ചതെന്ന് നിങ്ങൾ കേട്ടോ. കരമന ജയൻ പറഞ്ഞ പ്രതികരണം നിങ്ങൾ കേൾക്കണം. അതായത് ഗുണ്ടാ പ്രവർത്തനം നടത്തിയവരെ അല്ലെങ്കിൽ ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്തിയവരെ ക്ഷേത്രത്തിനകത്ത് പ്രവേശിപ്പിച്ച് ഒളിവിൽ പാർപ്പിച്ച് ഡോർ അടച്ചിരുന്നു എങ്കിൽ എന്താണ് അത് നൽകുന്ന സന്ദേശം? ഒരു പ്രകോപനവുമില്ലാതെ ഒരു ക്ഷേത്രത്തിന്റെ വാത് ചവിട്ടിപ്പൊളിച്ചാണ് അതിനകത്ത് പൊളിക്കേണ്ട കാര്യമൊന്നുമില്ല, അവിടെ അറസ്റ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഞങ്ങൾ പോലീസ് കമ്മീഷണറുമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇത് നടക്കുന്നത്. അപ്പൊ സമാധാനം കാക്ഷിക്കുകയാണ് BJPയുടെ ആഗ്രഹം. സമാധാനം കാക്ഷിക്കുന്ന ഒരു ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതൃത്വം എന്ന നിലയിൽ സിറ്റി പോലീസ് കമ്മീഷണറുമായിട്ട് ഉച്ചയ്ക്ക് നടക്കുന്ന ചർച്ചയിൽ ആ ചർച്ചയിൽ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്ന് ഉറപ്പ് നൽകിയതിന്റെ അടിസ്ഥാനം ഞങ്ങൾ ഇറങ്ങി. ആ സമയത്താണ് ഈ അറസ്റ്റ് നടക്കുന്നത്. കേട്ടല്ലോ. നമ്മുടെ നാട്ടിലെ ആരാധനാലയങ്ങൾ എന്ന് പറഞ്ഞാൽ അത് വിശ്വാസികൾക്ക് അവരുടെ വിശ്വാസവും ആചാരങ്ങളെല്ലാം അവരുടെ ഇഷ്ടപ്രകാരം തീർക്കേണ്ട ഇടങ്ങളാണ്. അത്തരം ഇടങ്ങളിലേക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് ഉള്ളവരെ പൂജ കഴിഞ്ഞ് നട അടച്ചതിന് ശേഷം അതിനകത്ത് ഒളിവിൽ പാർപ്പിക്കുന്നുണ്ടെങ്കിൽ സംഘികളെ സംബന്ധിക്കുന്നിടത്തോളം ഈ ക്ഷേത്രങ്ങളൊക്കെ അല്ലെങ്കിൽ അതിനകത്തിരിക്കുന്ന ദൈവ പ്രതീകങ്ങളൊക്കെ വിശ്വാസമുള്ളതാണോ എന്ന് നിങ്ങൾക്കൊന്ന് ആലോചിക്കാവുന്നതാണ്. കലാപങ്ങൾ ഉണ്ടാക്കാൻ ഇവർ ചില ഗുണ്ടകളെ ക്രിമിനലുകളെ വളർത്തുന്നുണ്ട്. ആ ഗുണ്ടകളെയും ക്രിമിനലുകളെയും എല്ലാം ഇവർ ക്ഷേത്രങ്ങളിൽ ഒളിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ ഈ ഉത്തരേന്ത്യയിൽ നടക്കുന്ന അതേ രീതിയിലുള്ള പ്രവണതകൾ നമ്മുടെ നാട്ടിലും ആവർത്തിക്കപ്പെടാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കുന്നു എന്നതിൻ്റെ തെളിവാണ്. ഇതിനെക്കുറിച്ച് അല്ലെങ്കിൽ ഇവരുടെ ഈ കഴിഞ്ഞ കുറേ കാലത്തെ ക്രിമിനൽ ആക്ടിവിറ്റീസ് കേവലം 2 വീട്ടുകാർ തമ്മിലുള്ള ഒരു അതിർത്തി പ്രശ്നത്തെ എങ്ങനെയാണ് ഇങ്ങനെ വഷളാക്കിയതെന്നും ഈ സംഘം ഈ ക്രിമിനൽ സംഘം എങ്ങനെയാണ് തലസ്ഥാനത്ത് വളർന്നു വരുന്നു എന്നതിനെ സംബന്ധിച്ച് സ്ഥലം MLA കൂടിയായിട്ടുള്ള VK പ്രശാന്ത് പറഞ്ഞ വാചകങ്ങളും വളരെ പ്രസക്തമാണ്. ഇവിടെ ചില ആളുകൾ രാത്രി വന്ന് വീടുകൾ ജനൽ അടിച്ചു പൊളിക്കാൻ നോക്കുക, ഗേറ്റ് അടിച്ചു പൊളിക്കാൻ നോക്കുക, ഭീഷണിപ്പെടുത്തുക, ഇത് കുറച്ച് നാളുകളായി പ്രദേശത്ത് നടന്നു വരികയാണ്. അപ്പോൾ ഇതൊരു കേരളത്തിന്റെ സമാധാന ജീവിതത്തെ ഇല്ലാതാക്കാനുള്ള ഒരു വലിയ പരിശ്രമമാണ്. അത് ഒരിക്കലും നമുക്ക് വെച്ചുറപ്പിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു കാര്യമല്ല. കാരണം ഒരു ഗുണ്ടാരാജ് പോലെ ഞങ്ങൾ പറയുന്നവർ വേണ്ടിയാൽ മതി, വർത്തമാനം പറഞ്ഞാൽ മതി, പ്രതികരിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും രീതിയിൽ മുന്നോട്ട് പോയാൽ മതി, ഞങ്ങൾക്ക് ഇഷ്ടമല്ലാത്തവരെ എല്ലാം അടിച്ചമർത്തിക്കളയും എന്ന നിലയ്ക്കാണ് ഇപ്പോൾ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് സ്വാഭാവികമായിട്ടും എല്ലാവരും ഒറ്റക്കെട്ടായി പ്രതിഷേധിക്കും. ഇന്നലെ ഈ പ്രദേശത്തെ ജനങ്ങൾ കക്ഷിരാഷ്ട്രീയ വ്യത്യാസമില്ലാതെ പ്രതികരിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു. ആരെങ്കിലും പ്രേരിപ്പിച്ചതല്ല, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി നേതൃത്വം കൊടുത്തതല്ല. ജനങ്ങൾ ഒറ്റക്കെട്ടായി അവർക്കെതിരെ ഉണ്ടാകുന്ന ഇത്തരം അതിക്രമങ്ങൾക്കെതിരെ മുന്നോട്ട് വരികയാണ്. അപ്പൊ അതിന്റെ ഒരു കൃത്യമായിട്ടുള്ള സാങ്കത്യം മനസ്സിലാക്കി ബന്ധപ്പെട്ടവർ ഇടപെടണം. MLA എന്ന നിലയിൽ ഞാൻ ഇന്നലെ തന്നെ DCPയെ വിളിച്ച് സംസാരിച്ചിരുന്നു, ബന്ധപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ട് സംസാരിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൃത്യമായ നടപടികൾ വരികയാണ്. ഇന്നലെ ഒരു പോലീസുകാരന് പരിക്ക് പറ്റിയതും ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ ആരോഗ്യനില നന്നായി വരുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം. എന്തായാലും ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാൻ വേണ്ടി പാടില്ല. 2 അയൽപക്ക വീട്ടുകാർ തമ്മിലുണ്ടായ ഒരു പ്രശ്നത്തെ ഈ നിലയിൽ മാറ്റിയെടുക്കേണ്ട ഒരു കാര്യവും നിലവിലുണ്ടായിരുന്നില്ല. അപ്പൊ ഇതൊന്ന് മനസ്സിലാക്കേണ്ടത് ഇത് രാഷ്ട്രീയമായി മാറ്റിക്കൊണ്ട് ഇപ്പോൾ ഭരണമൊക്കെ കിട്ടിയതിന്റെ സാഹചര്യത്തിൽ പ്രദേശത്തെ ജനങ്ങളുടെ ഒരു സ്വൈര്യ ജീവിതത്തെ ഇല്ലാതാക്കിക്കൊണ്ട് കടന്നു വരാൻ വേണ്ടി കഴിയുമോ എന്നുള്ള ഒരു നീക്കമാണ് അവർ നടത്തിയത്. അത് വിലപ്പോവില്ല എന്ന് മാത്രമാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. എന്തായാലും ഇവിടെ സ്വൈര്യ ജീവിതവും സമാധാനവും ഉറപ്പാക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ പോലീസിന്റെ ഭാഗത്തുനിന്നും സർക്കാരിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നതിന് ആവശ്യമായിട്ട് ഇടപെടൽ MLA നിലയിൽ നടത്തും. ഈ നാടിന്റെ സമാധാന ജീവിതം ആഗ്രഹിക്കുന്നവരോടാണ്. കാര്യം നമ്മുടെ നാട്ടിൽ ജാതി മത സംഘടനകൾ അതുമായി ബന്ധപ്പെട്ട് വളർന്നു വരുന്ന സംഘടനകളെ സംബന്ധിക്കുന്നിടത്തോളം അവരുടെ ജാതി വളരണം, അവരുടെ മതം വളരണം എന്ന കാഴ്ചപ്പാടാണ്. കേരളത്തെ സംബന്ധിക്കുന്നിടത്തോളം മതേതരത്വം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് നോർത്ത് ഇന്ത്യ പോലെ അശാന്തമായിട്ടുള്ള ഒരു നാടാക്കി മാറ്റാതിരിക്കാൻ ഇവിടുത്തെ മതേതര ബോധമുള്ള ചിന്തകരോട് ആവർത്തിച്ച് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞാൽ, നിങ്ങൾ സുരക്ഷിതമായ ഒരിടത്തിരിക്കുമ്പോൾ അവിടങ്ങളിൽ ഈ
സ്ലീപ്പിംഗ് സെൽസ് ആയിട്ട് ചിലർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനം എന്താണ് നിങ്ങൾ തിരിച്ചറിയേണ്ടതുണ്ട്. ആരാധനാലയങ്ങൾ കേന്ദ്രീകരിച്ച് ഇവർ കടന്നുകൂടിയിട്ട് ആ ആരാധനാലയങ്ങൾ അവർക്ക് ക്രിമിനൽ ആക്ടിവിറ്റീസ് നടത്താനുള്ള ഇടങ്ങളാക്കി മാറ്റുന്നുണ്ട്. അവിടങ്ങളിൽ ഇത്തരം പരിശീലനങ്ങൾ കൊടുക്കാനും അല്ലെങ്കിൽ RSSുമായി ബന്ധപ്പെട്ട ഒരു വർഗീയ സംഘടന വളർത്താൻ വേണ്ടി ക്ഷേത്രങ്ങളെ മറയാക്കുന്നുണ്ട് എന്നതിൻ്റെ തെളിവ് കൂടിയാണ് ഈ വട്ടിയൂർക്കാവിൽ നിന്ന് പുറത്തു വരുന്ന പുതിയ വിശദാംശങ്ങൾ. അമർച്ച ചെയ്യേണ്ട കാര്യമാണ്. ഏത് മതത്തിൻ്റെ വർഗീയ സംഘടനയാണെങ്കിലും ശരി, മനുഷ്യർക്കിടയിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ അല്ലെങ്കിൽ ഒരു നാടിൻ്റെ പ്രശ്നം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നാട്ടുകാർക്കെതിരെയാണ് ഇവർ സംഘടിച്ച് അതിക്രമം അഴിച്ചുവിട്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ ആരായിരിക്കണം? ഇവർ ഒരു പ്രദേശത്തേക്ക് സ്വാധീനം വന്നു കഴിഞ്ഞാൽ ആ നാട്ടിലെ മനുഷ്യരുടെ ശബ്ദങ്ങൾക്ക് വിലയില്ലാത്ത അവസ്ഥയാകുകയാണ്. അത് ഉയർന്നു കേൾക്കാൻ പാടില്ല, ഇവരെ ചോദ്യം ചെയ്യാൻ പാടില്ല എന്നുള്ള തിരുവായ്ക്ക് എതിർവായില്ലാത്ത പഴയ രാജഭരണത്തിന്റെ ചെറിയൊരു പ്രതീതിയാണ് വട്ടിയൂർക്കാവിൽ കണ്ടത്. ആ നാട്ടിലെ മനുഷ്യർ ഒന്നടങ്കം പ്രതിരോധിക്കാൻ വന്നപ്പോൾ ഈ ക്രിമിനൽ ആക്ടിവിറ്റീസുകൾ ചെയ്തവർ ഈ അതിക്രമം അഴിച്ചുവിട്ടതിന് ശേഷം നേരെ ഒരു അമ്പലത്തിനകത്ത് അല്ലെങ്കിൽ ഒരു ക്ഷേത്രത്തിനകത്ത് പോയി ഒളിച്ചിരുന്നു, പതിയിരുന്നു, അല്ലെങ്കിൽ അത്തരം ഇടങ്ങളിൽ ഇവരെ ഒളിപ്പിക്കാൻ സംഘപരിവാറിന് കഴിയുന്നുണ്ടെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്? അപകടകരമായിട്ടുള്ളൊരു പ്രവണത തന്നെയാണ് തലസ്ഥാനത്ത് കണ്ടത്. അതിനെതിരെ അതിശക്തമായിട്ടുള്ള നിയമ നടപടികൾ പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടിയിരിക്കുന്നു. ഒരു വിട്ടുവീഴ്ചയും ഒരൊറ്റ നേതാക്കന്മാർക്കെതിരെ, ഇതിന്റെ പേരിൽ പിന്നെയും കലാപത്തിനോ അല്ലെങ്കിൽ അക്രമത്തിനോ ആഹ്വാനം ചെയ്യുന്ന നേതാക്കന്മാരെ ആണെങ്കിൽ പോലും ക്രിമിനൽ കേസുകൾ ചാർജ് ചെയ്ത് അവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടത് ഈ നാടിന്റെ സമാധാന ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് പറയേണ്ടി വരികയാണ്.